ഹായ് ഫ്രണ്ട്സ്, ലിസ്റ്റ് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിന് കടല തലേദിവസം എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലയെല്ലാം കുക്കറിലോട്ടിട്ടു. ഇനി അതിലേക്ക് വേണ്ടുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനൊരു 2 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുക്കറിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. സവാളയും കടലയൊക്കെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനോടൊപ്പം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. ഒത്തിരി വലിയ തക്കാളിയൊന്നും ആവശ്യമില്ല, കാരണം പുളി കൂടിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. ആ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി പാകത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഞാനിവിടെ വലിയ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നാടൻ കടല ആയതുകൊണ്ട് നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വേവ് വേണം ഇതിന്. ഞാൻ ഇച്ചിരി ഏറെ വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇതിനകത്ത് ഒരു 7 വിസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7 വിസിലിന് ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് കടുക് വറുത്തൊക്കെ എടുക്കാം. എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഈ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് കോരിയെടുക്കാം. അതിന് ശേഷം അതിലേക്ക് കടുക് വറുക്കാം. കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി മുളക് ഇടുന്നില്ല, കാരണം ഞാൻ തേങ്ങ വറുത്തരച്ച് അരപ്പ് കൂടി ഇടുന്നുണ്ട്. ഇനി 1 സ്പൂൺ പെരിഞ്ജീരകം, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചു. ഇനി അതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തരച്ചരപ്പ് അത് വറുത്തരച്ചരപ്പ് ഇടുമ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് കലക്കി വേവിച്ച് വെച്ച് ആ കടലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തേങ്ങാക്കൊത്തും അതിനകത്തോട്ടിട്ട് കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിക്കാം. പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ വറുത്തരച്ച അരപ്പിൻ്റെ എണ്ണമയമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറിയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.